പോളിനെ കൊലപ്പെടുത്തിയ ആനയെ ആവശ്യമെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടാനും കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായി. ഇതിനിടെ പുൽപ്പള്ളിയിൽ ജനങ്ങളുടെ പ്രതിഷേധം സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങി. 3 പേർ അടങ്ങുന്ന മന്ത്രിതല സംഘം വയനാട്ടിലെത്തും. വിവരങ്ങളുമായി സിജു കണ്ണൻ വയനാട് നിന്ന് ചേരുകയാണ്. സിജു, രാവിലെ മുതൽ വലിയ പ്രതിഷേധമാണ് പുൽപ്പള്ളിയിലും സമീപ പ്രദേശങ്ങളിലും നമ്മൾ കണ്ടത്. ഇപ്പോൾ പോളിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുകയാണ്. എന്താണ് നിലവിലെ സാഹചര്യം? പോളിന്റെ മൃതദേഹം നിലവില്ല, പാക്കത്തെ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. പക്ഷേ മൃതദേഹം ആംബുലൻസിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയില്ലെന്നാണ് ബന്ധുക്കളും അതോടൊപ്പം തന്നെ നാട്ടുകാരും പറയുന്നത്. ഇപ്പോൾ ഇവർ ആവശ്യപ്പെട്ടത് ഈ രാത്രി എടുത്ത തീരുമാനങ്ങൾ, കുടുംബത്തെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട എടുത്ത തീരുമാനം ഉത്തരവ് ആയി പുറത്തിറക്കണം, അല്ലെങ്കിൽ നേരിട്ട് ആരെങ്കിലും ഉദ്യോഗസ്ഥരെ അറിയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ADM സ്ഥലത്തെത്തി തീരുമാനങ്ങൾ വളരെ വിശദമായി അറിയിച്ചു. 10 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ ഇപ്പോൾ നേരിട്ട് ക്യാഷായി കൈമാറും. മറ്റ് 5 ലക്ഷം രൂപ ഉടൻ കൈമാറുന്നതിന് നടപടി സ്വീകരിക്കും. 40 ലക്ഷം രൂപ സഹായം സർക്കാർ തലത്തിൽ തീരുമാനം എടുത്തു നൽകും. ആകെ 50 ലക്ഷം രൂപയുടെ സഹായം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റു വകുപ്പിൽ വളരെ പെട്ടെന്ന് തന്നെ താൽക്കാലിക നിയമനം നൽകും. അതിന്റെ പുറത്ത് സ്ഥിര നിയമനം നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കും. പോളിന്റെ മകളുടെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുന്നതിനുള്ള തീരുമാനങ്ങൾ, നേരത്തെ എടുത്ത തീരുമാനങ്ങളാണ് ഇപ്പോൾ ADM ഇവിടെ വന്ന് കൃത്യമായി നേരിട്ട് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഈ തീരുമാനവും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ADM ഇപ്പോഴും വീട്ടിനകത്ത് എത്തി സാഹചര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. സർക്കാർ തലത്തിൽ തീരുമാനങ്ങളുമുണ്ട്. എടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ADM ആവശ്യപ്രകാരം ഉന്നത ഉദ്യോഗസ്ഥരെ ADM നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു.